നമസ്കാരം, ഞാൻ സേതു ലക്ഷ്മി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. മാണിയെ മറിച്ചിടാൻ ജോർജിന്റെ ഒളിയമ്പ്. ബഡ്ജറ്റ് അവതരിപ്പിക്കണോ എന്ന് മാണി തീരുമാനിക്കട്ടെ എന്ന് PC ജോർജ്. മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ ഭരണപക്ഷത്തു തന്നെ വിയോജിപ്പ്. പ്രതിപക്ഷത്തിന്റെ ചോരപ്പുഴ നീന്തിക്കയറാനില്ലെന്നും ജോർജ്. മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ സഭ വളയുമെന്ന് പ്രതിപക്ഷം. പാറ്റൂർ ഭൂമിയിടപാടിൽ മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷണ് പങ്ക്. തെറ്റുകണ്ടാലുടൻ തൂക്കിക്കൊല്ലുന്ന ആളല്ല മുഖ്യമന്ത്രിയെന്ന് ജോർജിന്റെ വിശദീകരണം. പാറ്റൂരിലെ വിവാദ ഭൂമി ഇടപാടിലും ടോം ജോസിന്റെ ഭൂമി ഇടപാടുകളിലും മുഖ്യമന്ത്രി ക്രമരഹിതമായി ഇടപെട്ടുവെന്ന് ഭരത് ഭൂഷൺ. ഡൽഹി അംഗം നാളെ. കൂട്ടിയും കിഴിച്ചും ആത്മീയും BJPയും. ഇന്ദ്രപ്രസ്ഥം നാളെ വിധിയെഴുതും. 70 നിയമസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 1.30 കോടി വോട്ടർമാർ. ചൊവ്വാഴ്ച ഫലമറിയാം. അഭിപ്രായ സർവേകളിൽ ആം ആദ്മിക്ക് ശുഭഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയം ഇക്കുറി BJPക്ക് സംശയം. കോൺഗ്രസിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് 8 സീറ്റ്. അത്രയും നിലനിർത്താൻ ശ്രമം. വഴിത്തിരിവിൽ ലഹരിക്കഥ. കൊച്ചിയിലെ മയക്കുമരുന്ന് കേസിൽ ബ്ലസി സിൽവസ്റ്ററുടെ നിർണായക മൊഴി. വ്യവസായി മുഹമ്മദ് നിസാമിനെ പരിചയപ്പെട്ടത് പ്രമുഖ നിർമ്മാതാവിന്റെ വീട്ടിൽ വെച്ച്. സഹസംവിധായക വെളിപ്പെടുത്തിയത് കേസുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്ന നിർമ്മാതാവിന്റെ പേര്. നിസാമിന്റെ ഫ്ളാറ്റ് താൻ വാടകയ്ക്ക് എടുത്തിട്ടില്ല. സ്മോക്കിംഗ് പാർട്ടി നടത്താനാണ് ഫ്ളാറ്റ് ഉപയോഗിച്ചതെന്നും ബ്ലസി. ആരോപണങ്ങളുടെ ഊരാക്കുടുക്ക്. പാറ്റൂർ കേസ് ഇന്ന് ലോകായുക്തയിൽ. ക്രമക്കേടുകളിൽ ഉമ്മൻചാണ്ടിക്കും തിരുവഞ്ചൂരിനും പങ്കെന്ന് വിജിലൻസ് റിപ്പോർട്ട്. ADGP ജേക്കബ് തോമസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവാദ ഭൂമി ഇടപാട് സംബന്ധിച്ച ഫയലുകളിൽ ഇവർ സംശയകരമായ തിടുക്കം കാട്ടിയെന്ന് കണ്ടെത്തൽ. ക്രമക്കേടുകൾ വ്യക്തമായിട്ടും നിർമ്മാണ പ്രവർത്തനം തുടരുന്നു. കേസിൽ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ടും ഇന്ന് പരിഗണനയിൽ. പാറ്റൂർ ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖ കടത്തിയത് വാട്ടർ അതോറിറ്റി മുൻ MD അശോക് കുമാർ സിംഗ്. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.